സുവർണ ജൂബിലി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് പൂർവ്വസ്മരണകളിലേക്ക് പോകണം. വാസ്തവത്തിൽ ആ കാരണം കൊണ്ടായിരിക്കാം പ്രസംഗിക്കാൻ എനിക്കൊരു താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ വരാം എന്ന് പറഞ്ഞത് പോലും. ഇവിടെ പലപ്പോഴും സ്മരണകൾ സംസാരിക്കും. സ്മരണയിൽ പറയാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗമാണ് വള്ളത്തോൾ വേണ്ടി പിന്നെ ചെയ്യേണ്ടത്. അതിൽ സ്മരണകൾക്ക് വലിയ താല്പര്യമില്ല. അപ്പം അതിലേക്ക് വരുന്നതിന് കൂടി ഞാൻ ആദ്യം എൻ്റെ സ്മരണയുടെ ഇങ്ങനെയുള്ള ഏറ്റവും വലിയ കടപ്പാടിൻ്റെ കാര്യം പറയാം. ഇവിടെ ആരൊക്കെയോ സംസാരിച്ചപ്പോൾ സാഹിത്യകാരന്മാരൊക്കെ കൃതജ്ഞതയില്ലാത്ത ആളുകളാണെന്ന് തോമസ് പറഞ്ഞത് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള കൃതജ്ഞത എൻ്റെ മരണാനന്തരമുള്ള ഭസ്മ അവശേഷത്തിൽ പോലും നിലനിൽക്കും എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ അത്ര വലിയൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനൊന്നും ആയിരുന്നില്ല. ബ്രേയാറിൽ ജോലി ചെയ്യുന്ന ഒരാൾ പുതിയ പാലത്ത് പിന്നെ അപ്പുറത്തൊരു വീട്ടിൽ താമസിക്കുന്നു. ഈ ആളുടെ കവിത പുസ്തകമാക്കാൻ പറ്റും എന്ന് വിചാരിച്ച് തൃശ്ശൂരിൽ നിന്ന് കാറെടുത്ത് പുതിയ പാലത്ത് വന്നിട്ട് അതിൽ ഇനിയിപ്പോൾ ഞാൻ ഇത് കൊടുക്കാൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് MRBയെ കൂടി അതിനകത്ത് വയസ്സനായ MRBയെ കാരനെടുത്ത് വെച്ചിരിക്കുന്നു. എൻ്റെ അടുത്തൊരു പ്രേരണ ചെയ്യുന്നത്. അങ്ങനെ തോമാസ് വന്നു. എൻ്റെ കവിതകൾ ഇവിടെ നിൽക്കുന്നില്ല, അവിടെ നാട്ടിലാണ്. എവിടെയെങ്കിലും ശരി ഒരാഴ്ച കൊണ്ട് അതാണ് കൊണ്ടുവന്ന് തരണം. എത്ര കവിതയില്ലെങ്കിലും അത് മുഴുവനായിട്ട് കൊണ്ടുവന്നോളൂ. അത് മുഴുവൻ നമ്മൾ ഒന്നിച്ച് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാനത് കൊടുത്ത മാറ്റർ 8 പുസ്തകമായിട്ട് ഒരു കൊല്ലത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നില്ലായിരുന്നു എങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടാൻ താമസിച്ചു. പക്ഷെ ഈ സംഭവവും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഇനിയും ചിലപ്പോൾ എനിക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടണമെന്നില്ല. അതിനൊന്നും വിചാരിച്ചിട്ട് എഴുതുമല്ല, എഴുതുമ്പോഴൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കണം. എന്തായാലും എന്തായിരിക്കാം അദ്ദേഹത്തിന് എന്നോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണം എന്ന് ഞാൻ പിന്നീട് അറിയുന്നുണ്ട്. ആദ്യകാലത്ത് മന്ത്രോദയത്തിലിരിക്കുമ്പോൾ മന്ത്രോദയത്തിൻ്റെ മുകളിൽ തെക്ക് ഭാഗത്തുള്ള മുറിയിൽ PC വിദ്യാഭ്യാസം മുണ്ടശ്ശേരിയും ചെങ്ങമ്പുഴയും ഒക്കെ ഇരിക്കുന്ന CEO തോമസ് ഇരിക്കുന്നിടത്ത് ഞാനും ഉണ്ടായിരുന്നു. ഒരു ഉണ്ടായിരുന്നു. ആ സമയത്ത് മഴ പെയ്യുമ്പോൾ കൊടയും കൊണ്ട് ഈ തോമസ് ഉണ്ടായിട്ട് പട്ടാതെ കൊട എന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോകും. പോകുമ്പോൾ മുല്ലശ്ശേരി ഇന്ത്യൻ കാഫി ഹൗസിൽ നിന്ന് ഒരുക്കിയ കാപ്പി നിങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടോ? മുല്ലശ്ശേരി കുടിച്ചിട്ടോ പാസ്സായി കൊടുക്കണമെന്നുള്ളതല്ല പ്രശ്നം. പിന്നെ അവിടെ ഈ പറങ്കിയുടെ ഇതുണ്ടല്ലോ, അത് കുറച്ച് ബാക്കിയുണ്ടാവും. അത് ഞാനെടുത്തിട്ട് ഇയാളെ കൊടുക്കും. ഈ കൊച്ചു കുട്ടികളുടെ കടയിൽ കൊണ്ട് വരുന്നത് അതിനൊരു സന്തോഷമായിരിക്കില്ല. ഈ ഓർമ്മ കൊണ്ടാകുമോ എനിക്കറിയില്ല. അദ്ദേഹം എൻ്റെ കവിത 8 പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ മലയാള സാഹിത്യത്തിൽ നിലനിൽക്കുമായിരുന്നില്ല എന്നതാണ് എനിക്ക് അഭിമാനപൂർവ്വം പറയാനുള്ളത്. അത് പറയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഞാനിവിടെ വരാമെന്ന് പറഞ്ഞത്. പിന്നെ അത് പറയാനുള്ളത് DC കിഴക്കേന്ദ്രയെ പറ്റില്ല. അപ്പം അന്ന് ഞാൻ തൃശ്ശൂരുള്ള കാലത്തോളം ഒരു CJ തോമസിനെ കാണും. CJ രണ്ടാളും കൂടി പോകും. മറ്റേ മുറിയിൽ പോയിട്ട് എന്തോ സംസാരിക്കും പോലും. അപ്പോൾ DCയെ പറ്റി എനിക്ക് അത്രയ്ക്കൊരു ഉദാഹരണം ഇല്ല. പറയും ആളൊരു സാത്വികമാണ്. ശരിയാണ്, ആളൊരു സാത്വികമാണ്. ഇത്രയും എനിക്ക് അന്ന് എനിക്ക് DCയെ പറ്റി അറിയുള്ളൂ. പിന്നീട് ഞാൻ കോഴിക്കോട് റേഡിയോയിൽ ജോലിയായി. അപ്പം PC പിറ്റീഷൻ പറഞ്ഞു കവിതയൊക്കെ പബ്ലിഷ് ചെയ്യാൻ LDC അയച്ചിട്ടുണ്ടല്ലോ, അവർക്ക് സ്ഥാപനം വരുന്നുണ്ടല്ലോ എന്ന് കുറച്ച് മുമ്പ് ആയിരിക്കണം. ഇപ്പോഴായിരിക്കുമ്പോൾ പറഞ്ഞത് PC ഉണ്ടാവും കൂടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു LDC ഉണ്ടാകുന്നത് കുറച്ച് മുമ്പാണ്. അത് തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്നതിന് മുമ്പ് വ്യക്തിയുടെ ഒരു കത്തെഴുതി ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കാൻ
പോകുന്നുണ്ട്. അതിനുവേണ്ടി പ്രോത്സാഹനമായിട്ട് അതിനോട്ട് എന്തെങ്കിലും ലേഖനം എഴുതണം. അങ്ങനെ ഞാൻ ജയറത് ഒരു ലേഖനം എഴുതി. അതൊന്നും പറയേണ്ട കാര്യമില്ല, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് രൂപീകരിച്ചു. അങ്ങനെ പേശി പറഞ്ഞിട്ട് 250 രൂപ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മെമ്പർഷിപ്പിനുള്ള അപേക്ഷ അയച്ചു. നമ്മളെ അന്തരാകുന്നില്ല. ഇത് വേറെ വിഷയങ്ങൾ ഞാൻ നിർദ്ദേശം അന്തരാകുന്നില്ല. പിന്നെ അന്തരാകുന്ന കാരണം പേശി കാരണം അന്വേഷിച്ചപ്പോൾ ലക്ഷത്തെ നോക്കുമ്പോൾ അതിനൊക്കെ ധാരണയിൽ തരം എല്ലുകളാണ്. അവർ ഈ 25 രൂപയിൽ നല്ല പോരാണ്. അതിൽ കൂടുതലൊക്കെ കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൊടുക്കാൻ ഒന്നും പറ്റില്ല. പിന്നെ കോഴിക്കോട്ട് വന്നിട്ട് എന്നെ സമയത്ത് കാണുന്നതിൻ്റെ ഓർമ്മ DC അതിൻ്റെ സെക്രട്ടറി ആയത്. ഇദ്ദേഹം സെക്രട്ടറി ആയിട്ട് ഒരു 2 ആഴ്ച ഇടയ്ക്ക് പങ്കുകെട്ട് ഇന്ന ദിവസം നിങ്ങളായിട്ടുള്ള അപേക്ഷ നിങ്ങളോട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം അന്ന് 700 രൂപ മെമ്പർഷിപ്പിന് വേണ്ടു. ഇപ്പോൾ 500 രൂപയാണ്. അത് ഇവിടെ ഉടനെ ഏറ്റവും നിങ്ങൾ മെമ്പർഷിപ്പിൻ്റെ കടലാസങ്ങളെ മനസ്സിലാക്കാം. ഇവിടെ ഇവിടെ ഒരു കുറച്ച് ചെറിയ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതിനൊക്കെ തട്ടിക്കൂട്ടി ആ രൂപ അയച്ചു. അങ്ങനെ എന്നെ DC ആണ്. എനിക്കങ്ങനെ കിടക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല LDS-ൽ. ഒരു എഴുത്തുകാരനാണെന്ന് നിശ്ചയിക്കാൻ നിർത്തില്ല. ഞാൻ എഴുത്തുകാരനാണോ എന്നൊരു സംശയം. ആ സംശയം തീർത്ത് പറഞ്ഞാൽ DC ആണ് എന്ന നന്ദിയെ എൻ്റെ മനസ്സിലുണ്ട്. ഈ 2 കാരണങ്ങളെ കൊണ്ടാണ് വാസ്തവത്തിൽ ഇവിടെ വരുന്നത് എന്ന് ഇവർ പറഞ്ഞപ്പോൾ ഒന്ന് നമ്മളെ ഇതൊക്കെ ഒന്ന് അനുസ്മരിക്കാം എന്ന് വിചാരിച്ചു വന്നത്. പിന്നെ ഇവിടെ സംസാരിക്കേണ്ടത് വള്ളത്തോളിനെ പറ്റിയാണ്. വള്ളത്തോളിനെ പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് ബാലകൃഷ്ണ വാര്യയുടെ ഒരു കഥകൾ എനിക്ക് കത്തയച്ചിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കലാമണ്ഡലത്തിലുണ്ടായിരുന്ന സമയത്ത് വള്ളത്തോളിൻ്റെ പദ്യ രചനകൾ മുഴുവൻ കേട്ടിട്ട് എനിക്ക് അയച്ചു. ഇതിനെപ്പറ്റി എഴുതണമെന്ന് പറഞ്ഞു. എഴുതാൻ ഒരുപാട് ഉണ്ട് താനും. പിന്നെ ഞാനതൊക്കെ കൂടി വായിച്ചിട്ട് എഴുതിയത് വള്ളത്തോളിനെ പറ്റി കുറേ ശ്ലോകങ്ങളാണ്. കവിത എഴുതിയത് ലേഖന എഴുതിയിട്ടുണ്ടായില്ല. അതാണിത് വള്ളത്തോളിനെ പറ്റി പ്രസംഗിക്കണം എന്ന് കറണ്ട് ബുക്സിനോട് പറയുമ്പോഴും എൻ്റെ മനസ്സിലായി വരുന്ന സംഗതി. ഇവിടെ ഇപ്പോഴും എനിക്ക് വള്ളത്തോളിനെപ്പറ്റി ഒരു ലേഖനം ഒരു പ്രസംഗമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിശ്ചയമില്ല. ഞാനാരാണ് അവനെക്കുറിച്ച് അറിയാൻ പാടാൻ പ്രസംഗിക്കുകയാണ്. ആനയ്ക്കുള്ള ബലം മരിച്ചു പറയാൻ പൂനയ്ക്ക് സാധിക്കുമോ? ഇത്രയും എഴുതി കഴിയുമ്പോൾ വള്ളത്തോളം ഇവിടുന്ന് സംസാരിക്കാനാണ്. ആ കുളത്തിൽ സഹായിക്കണം. മഹോദ്യമനുടൻ ചൊല്ലുന്നുവോ ദൂരെ നിന്ന്. പറയൂ മഹോദ്യമനുടൻ ചൊല്ലുന്നുവോ ദൂരെ നിന്ന്. ഈ 40 പണ്ടൊരു വെറും പേനായിരുന്നു ശിശു. അദ്ദേഹം ഒരു പേൻ മാത്രമായിരുന്നു എന്ന ബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ കാലത്തും നിലനിർത്തിക്കൊണ്ട് അവസാനം വരെ ഒരു ദൃഢമായ ശക്തിമത്തായ അഹന്തയെ തൂറ്റി വളർത്തിയിരുന്നു. അതുകൊണ്ടാണ് മലയാളത്തിലെ അതിന് മുൻപും അതിന് പിൻപുണ്ടായ എല്ലാ കഴിവുകളിൽ നിന്നും വ്യത്യസ്തമായി നവമുറിയായി വള്ളത്തോൾ ഇന്നും നിലനിൽക്കുന്നത്. ഈ അഹന്തയെ പറ്റിയാണ് ഞാൻ ആ ശ്ലോകങ്ങളിൽ എഴുതുന്നത്. അതൊന്നും ഇവിടെ വായിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാലും എന്തെങ്കിലും പറയേണ്ട വള്ളത്തോൾ കവിതയിലേക്ക് ഇവിടെ സംസാരിച്ച ONV അടുത്ത കാലത്ത് എഴുതിയ ഒരു ലേഖനത്തിൽ ഒരു വാക്ക് എൻ്റെ മനസ്സിൽപ്പെട്ടു. സാഹിത്യത്തിൽ സേക്രഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യം, ഭാവനം എന്നൊക്കെ പറയുന്ന എന്തുകൊണ്ടുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ, ഈ വള്ളത്തോളിനെ പറ്റിയിട്ട് ആലോചിച്ചപ്പോൾ, എന്താ ഈ സേക്രഡ്നെസ്, പുണ്യ ഭാവനം? അത് ഒരു പക്ഷേ ശാശ്വതമായി നിൽക്കുന്ന എന്തോ ഒരു മൂല്യം ഏത് സാഹിത്യത്തിലും ഏത് കലയ്ക്കും
അതിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മിക്ക വസ്തുതകളും നശ്വരങ്ങളാണ് ലോകത്തിൽ. അതിൻ്റെ ഒക്കെ അടിയിൽ ഒരു ചരട് പോലെ ഒരു ശാശ്വതമായ സത്യം എവിടെയെങ്കിലും ഉണ്ടായിരിക്കുന്നു. അത് ശാശ്വതമായ സത്യമായാലും വരെ ഇതുവരെ ലോകത്തിൽ എഴുതിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നിടത്തോളം ആരും എഴുതിയിട്ടില്ലാത്ത ഒരു വസ്തുത ആയിരിക്കുകയും വേണം. ഉദാഹരണത്തിന് ഈ സമ്മേളനത്തിൻ്റെ ഹാളിന് ബഷീറിൻ്റെ പേരാ പറഞ്ഞ കുന്നുകുഴിയിലുള്ള ആനവാരി രാമനാരോ മണ്ഡലം നട്ടത് ആരോ കുന്നുകുഴിയിൽ നിന്നാണ് തോന്നുന്ന ഗ്രാമത്തിൻ്റെ പേര് നല്ല ഓർമ്മയില്ല. ചിത്രം വരച്ച ദേവനോട് ഇരിക്കുന്നുണ്ട്. ആ ഗ്രാമത്തിലെ ഉള്ള ആളുകളെ സൂര്യനെ ആദ്യം കണ്ടുപിടിച്ചത് എന്ന് ആ കഥാപാത്രം പറയുന്നുണ്ട്. ഞങ്ങളാണ് ഈ കുന്നുകുഴിക്കാരാണ് ഈ സൂര്യനെ ആദ്യം കണ്ടുപിടിച്ചത്. എന്നിട്ട് നമുക്കൊക്കെ പറയാമായിരുന്നു, പറഞ്ഞില്ലേ ബഷീർ മാത്രമേ അത് ആ വാചകം അതിനൊരു ചിത്രം കൊടുത്ത് നമ്മുടെ മനസ്സിൽ പഠിപ്പിക്കാൻ ബഷീറിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഒരു ശാസ്ത്രീയത്വത്തിൻ്റെ അംശവും ഉണ്ട്. അതേ സമയത്ത് അതിൽ ഇതുവരെ ആരും പറയാത്ത എന്തുകൊണ്ട് പറയുന്നതിൻ്റെ സൗഭാഗ്യവും ആ വാക്കുകളിൽ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഈ രീതിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ വള്ളത്തോളിൻ്റെ കവിത മുഴുവൻ ഇവിടെ പറയാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ എഴുതിയിട്ടും കൊണ്ടുവന്നിട്ടില്ല. ഒരു സംഗതി എഴുതിയിട്ടുണ്ട് അത്രയുള്ളൂ. അതെന്താ പറഞ്ഞാൽ ഞാനൊരു 11 വയസ്സിൽ വള്ളത്തോളിൻ്റെ വീട്ടിൽ പോയി, ചെറുതെത്തി. എന്നിട്ട് അപ്പം എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ഇയാൾ കുറച്ച് കവിത എഴുതുന്നു. കവിത എഴുതുന്ന സംസ്കൃതം പഠിക്കണമെന്ന് എന്താ തോന്നത്തെ 2 പുസ്തകം വാങ്ങിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചു. അപ്പം അന്ന് ആയുടെ പുറത്ത് വന്ന അച്ഛനും മകളും. പിന്നെ എനിക്ക് അക്ഷരശ്ലോകത്തിനൊക്കെ പറ്റുമല്ലോ, വിലാസം വിളിക്കുകയോ ഓരോ കോപ്പിയോ ആയി അതുകൊണ്ട് പോയി വായിച്ചു. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ട് ബാലകൃഷ്ണന്റെ എല്ലാ കവിതാ പുസ്തകങ്ങളും വായിച്ചു. അതൊക്കെ വേറെ കഴിയും. അതൊക്കെ അവിടെ കഴിയും. ഇത് മനസ്സിൽ കിടന്നു. ജീവിതം എല്ലാ വരികളും കാണാപ്പാടാവുകയും ചെയ്തു. അതിൻ്റെ പലതരത്തിൽ ഞാൻ സ്റ്റേജിൽ അഭിനയിക്കുകയും ചെയ്തു. നാടുകളൊക്കെ അഭിനയിക്കുകയും ചെയ്തു. അച്ഛനും മകളും. അങ്ങനെ ആ പുസ്തകവുമായിട്ട് ഒരുപാട് മനസ്സ് വിലുകി ചേർന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അതെന്താണ്? അച്ഛനമ്മമാർ കാലയെ കൈവിട്ട നിർഭാഗ്യേ സ്വച്ഛന്തം ഉപേക്ഷിച്ചാൽ ഭർത്താവും എന്നേ വേണ്ടു. 2 പേരുണ്ടായിരുന്നു. ശകുന്തള കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടു. മേനകയും വിശ്വാമിത്രനും ഉപേക്ഷിച്ചു. എന്നിട്ട് കണ്ണൻ എടുത്തു വളർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ വിശ്വാമിത്രൻ വരുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു സമയത്ത് എന്നിട്ട് ശിഷ്യനെ ആശ്രമത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ അവർ കണ്ടുമുട്ടുന്നു. അങ്ങനെ അവസാനം ദുഷ്യന്തൻ തൻ്റെ മകളെ ഉപേക്ഷിച്ചു. അവളെ വെച്ചിട്ടാണ് ഈ വിശ്വാമിത്രൻ മനസ്സിലാവുന്നത്. ഉയർന്നു ആ കാല രുദ്രാകർന്ന് അതിൻ്റെ കണ്ണും നേരെ ഭയങ്കരമായിട്ട് ഇരിക്കാം. ഒരേപെട്ട ഓർമ്മയില്ല. അങ്ങനത്തെ കാലമായിരുന്നു. ആ ശപിക്കാൻ വരട്ടെ, ശങ്കർ പറഞ്ഞു, അവർക്ക് അനുസരിക്കാൻ വരട്ടെ. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചതൊക്കെ ശരിയാണ്. അച്ഛനമ്മമാർ കാലേ കൈവിട്ട നിർഭാഗ്യേ സ്വച്ഛന്തം ഉപേക്ഷിച്ചാൽ ഭർത്താവും എന്നേ വേണ്ടു. ആർക്കും പറയാം, പക്ഷെ വേറെ ആരും പറഞ്ഞില്ല. ശാകുന്തളത്തെ പറ്റി വേറെ സാഹിത്യത്തിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ കെ ശങ്കരനും അല്ലെങ്കിൽ ആരാളും പറ്റില്ല. സൗഹൃദമുള്ള ഒരാൾ വന്നിട്ടും ഇന്നാളുടെ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കാം. അതുവരെ ഞാൻ വിശ്വസിക്കില്ല. ഇത് വള്ളത്തോളിൻ്റെ മനസ്സിൽ നിന്ന് വന്ന അവിടെ ശകുന്തളയ്ക്ക് പറയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാത്രം മനസ്സിൽ നിന്ന് വന്ന ഒരാശയമാണ്, ഒരു ചിത്രമാണ് അതിനകത്തുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് മാതിരി ശാസ്ത്രീയതയെ പ്രതിബിംബിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരാളും പറയാത്തതുമായ എന്തോ ഒന്ന് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ശേഖരത്തിന് വിചാരിക്കുക, അല്ലെങ്കിൽ കവിതയുടെ മറന്നു വിചാരിക്കുക. ഇതൊക്കെ കഴിഞ്ഞാൽ ഈ കവിത എന്ന് പറയുന്നത് മൗലികമായ അർത്ഥത്തിൽ എന്താണ്? ഇതൊരു ചോദ്യമാണ്. വള്ളത്തോൾ വിശ്വസിക്കുന്നത്
പ്രചുംബിതമായ ഒരു ബിംബമാണ് എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് തെളിവായിട്ട് ഇപ്പൊ KP ശങ്കരനിലൂടെ പറഞ്ഞു കോട്ടയം സാഹിത്യ പരിഷത്തിനെ പറ്റി പറഞ്ഞു. ഈ കോട്ടയം സാഹിത്യത്തിൽ പരിഷത്തിൽ വള്ളത്തോട് ചെയ്ത ഒരു ആ പ്രസംഗത്തില് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈശ്വരൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് സൗന്ദര്യം വേണമോ, എൻ്റെ രണ്ട് കയ്യിലുണ്ട്, ഇതിൽ സൗന്ദര്യമുണ്ട്, ഇതിൽ ധർമ്മമുണ്ട്, ഇതിൽ ഏത് വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് താങ്കൾ സ്വീകരിക്കുക? അപ്പോൾ വളരെ പറഞ്ഞു എനിക്ക് സൗന്ദര്യം മതി, ധർമ്മം വേണ്ട എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. എനിക്ക് ഈ സൗന്ദര്യം ഇങ്ങനെ കിട്ടിയാൽ മതി, ധർമ്മം വേണ്ട എന്നാണ് പറഞ്ഞത്. ഇതിനർത്ഥം ധർമ്മം വേണ്ടെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. സൗന്ദര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ധർമ്മമായിട്ട് മാറുന്നത്. ഇപ്പോ ഒരു കരിമ്പിൻ തുണ്ടന്റെ ഒരു ഭാഗത്തുകൂടി നോക്കിയാൽ അത് സൗന്ദര്യമാണെങ്കിൽ മറുഭാഗത്തുകൂടി നോക്കിയാൽ അത് ധർമ്മമാണെങ്കിൽ അതിൻ്റെ തടി ആകെ നോക്കിയാൽ അത് സത്യമായിരിക്കും എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വസ്തുതയാണ് ഈ സാഹിത്യം, കവിത എന്നൊക്കെ പറയുന്നത് എന്ന ബോധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയണമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ തിരക്കില്ല, പിന്നെ അടുത്ത സമ്മേളനം കുറച്ച് വൈകിട്ട് വേണം തോന്നുന്നല്ലേ. അതുകൊണ്ട് ഞാനത് പറയാം. ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ചീലിയാട്ടിൽ ഒരു പാലുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ വൈകുന്നേരം ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് സാഹിത്യ കമ്പുള്ള ചെറുപ്പക്കാരെ 18-20 വയസ്സുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചിലർ മിക്കവാറും കവിത എഴുതിയിട്ടുള്ള ആളുകളുണ്ട്, 3-4 പേര്. കുറച്ചൊക്കെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടാവും. ഞാൻ വളരെയൊന്നും സംസ്കൃതം പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെയൊക്കെ എങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഇവിടെ എഴുതിയെന്ന് വായിക്കാം. സംസ്കൃതം തപ്പിപ്പിടിച്ച് വായിച്ച കാലത്ത് മറ്റൊരു അനുഭവം ഉണ്ടായി. ഒരു ചർച്ച. രമ്യാവീക്ഷ്യ മധുരാംശ നിശമ്യ ശബ്ദാൽ പരിസുഖോ ഭവതി യൽ സുഖിതോപി ജന്തു. കുറച്ച് സംസ്കൃതം പറയുകയാണ്, ക്ഷമിക്കണം. തച്ചേരസാ മനസി സ്മരതി നൂനം അബോധപൂർവം ഭാവസ്യരാടി ജനനാന്തര സൗഹൃദാനി എന്നൊരു ശ്ലോകം കാളിദാസനുണ്ടല്ലോ. ഈ ശ്ലോകം വള്ളത്തോളിനെ ഓർമ്മിപ്പിക്കുന്നില്ലേ ഒരാൾ ചോദിച്ചു. ഞാൻ ധാരാളമുണ്ട് സംസാര സമ്പാദത്തിൽ. അതൊരു വാദപ്രതിവാദ വിഷയം. അപ്പോ ഒരാള് പറഞ്ഞു, രമ്യാനിവേക്ഷ്യ മധുരാംശ നിശമ്യ ശബ്ദാൻ പരിസുഖോ ഭവതിയൽ സുഖിതോവി എന്തു. അവിടെ വള്ളത്തോളുണ്ട്. സ്വരതി നൂന അബോധപൂർവം ഭാവസ്ഥിതാനി ജനനാന്തര സൗഹൃദാനി. ഇവിടെ ഉണ്ടോ? അവിടെ അത്രത്തോളം വള്ളത്തോൾ കൊണ്ടോ എന്ന് ചോദിച്ചു. അവിടെ കുമാരനാശനല്ലേ അത്രത്തോളം ഉയർന്ന ഒരു മണ്ഡലത്തിലേക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. കുമാരനാശൻ വലിയ ആളാണ്, കുമാരനാശനെന്ന് അതൊക്കെ അതിൽ ചിന്തിച്ചുള്ളൂ എന്ന് പറയാം. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, രാസ്യത്യദ്യ ശകുന്തളേതി ഹൃദയം എന്നുള്ള ബുദ്ധിണ്ട്. അത് വൈക്കളഭ്യം മമ താവത് ഈദൃശമഹോ സ്നേഹാദരണ്യൗകസ പീഡ്യന്തേ ഗൃഹിണ കഥന്നു തനയാ ആ ശകുന്തളയെ ഉപേക്ഷിക്കുന്ന കണ്ണന്റെ ദുഃഖമാണ്. കണ്ണൻ സന്യാസിയായിട്ടും ഒരു അച്ഛനും അമ്മയ്ക്കും മകള് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അനുഭവിക്കേണ്ടി വരുന്നത്. എന്താണ് ഒരു സന്യാസിക്ക് ഇങ്ങനൊക്കെ ഒരു ദുഃഖം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള അതിനെപ്പറ്റിയാണ്. അത് ഇത് തീർച്ചയായിട്ടും കുമാരനാശാനെ എഴുതാൻ പറ്റുള്ളൂ എന്ന് വേറെ ആളുടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. വലിയ വിവരത്തുണ്ടായിട്ടല്ല, നമ്മളിപ്പം പറയാൻ തോന്നി ഞാൻ ശ്ലോകമല്ലേ അതുകൂടി കൊള്ളാം. ആലക്ഷ്യ ബന്ധമുകളാൻ അനിമിത്ത ഹാസായി അവ്യക്ത വർണ്ണഭവനീയ വച പ്രവൃത്തി അംഗാശ്രയ പ്രണയിന തമയാൻ വഹന്തോ ധന്യ. അങ്ങനെയുള്ള കുട്ടികൾ ഞാൻ അച്ഛൻ്റെ മണി കയറട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു
സദസ്സിനോട് ഞാൻ വ്യാഖ്യാനിച്ച് പറയേണ്ട ആവശ്യമില്ല. ആലക്ഷ്യബന്ധം ഗുണം അനിനിത്ത ഹാസയി അവ്യക്ത വർണ്ണ രമണീയ വാച പ്രവൃത്തി വാക്കും പ്രവൃത്തിയും ഒക്കെ അവ്യക്ത വർണ്ണ രമണീയമാണ്. പിന്നെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ശ്രമിച്ച കുട്ടി അങ്കാശ്രയ പ്രണയിന പ്രണയാൻ വാഹനോ അങ്ങനെ ഉള്ള കുട്ടികളെ മടിയിൽ വയ്ക്കാൻ ഭാഗ്യം ഉണ്ടാകുന്നവരാണ് യഥാർത്ഥ ഭാഗ്യമുള്ള. അതങ്ങനെ മണിക്കൂറിന്റെ കാലത്തിലും ഉടുപ്പിലുള്ള ചളി സ്വന്തം ഉടുപ്പിലേക്ക് പകർന്ന് കിട്ടാൻ ഒരു ഭാഗ്യമുള്ള അത്തരം അച്ഛനമ്മമാരാണ് ഭാഗ്യമുള്ള എന്ന് പറയുന്ന ഇത് വെള്ളത്തോളം എഴുതി ആസാനം എഴുതാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞു ഈ ശ്ലോകം വെള്ളത്തോളം എഴുതുന്നത് ആസാനം എഴുതുന്നത്. ആസാനം ഈ നിയമം കാണുമ്പോഴേക്കും ഭയമാണ്. ഇതായിട്ട് ഞാൻ ജനവിഷയമാണ്. ഈ ഭൗതിക ജീവിതത്തിനോട് അദ്ദേഹത്തിന് വളരെ വേദന ഇതിങ്ങനെ വിട്ടു ബുദ്ധി നശിച്ചു പോകുന്ന വേദന എല്ലാ സമയത്തും ആസാനമാണ്. അവൻ ഒരുപക്ഷെ അതിൻ്റെ മാർമികമായിട്ട് വരുന്നത് നടക്കുന്നത് എത്രയോ വലിയ കവിയായിരുന്നു. അതുകൊണ്ട് ഞാനില്ല കവി എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിന് ഹൃദ്യമായ രീതിയില്ല. അതിൻ്റെ പ്രോത്സാഹകമായ രീതിയിൽ എഴുതുന്ന കഴിവ് മാത്രമാണ് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഭൗതിക ജീവിതമായിട്ട് ബന്ധമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ വള്ളത്തോളിന്റെ കവിതകളെ പറ്റുമോ. പിന്നെ അതിൻ്റെ രചനാപരമായ ശില്പഭംഗിയുണ്ട്. ആ കാര്യത്തിലും വള്ളത്തോൾ തന്നെയാണ് മുൻപിട്ട് നിൽക്കുക. പക്ഷേ ഈ ഫിലോസഫിയുടെ ഭൗതികമായ അനുഭൂതിയിൽ ഒരു നിശ്ചയമില്ല ഒന്നിനും വരും ഓരോ ദിവസം വന്ന പോലെ പോം ഇറയുന്ന മനുഷ്യനെന്തിനോ ഇവയാൽ ലോകരഹസ്യമാക്കുന്നേ. അതാക്കാനെ പറയട്ടെ. എനിക്ക് ഓരോ ദിവസം തന്നെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം വേണമെന്നില്ല. ജീവിതം അത്ര വേദനയും കുറച്ചില്ലാതെ നമുക്ക് രണ്ടാമത്തും ജീവിക്കണ്ടേ. അതിനൊരു പ്രസംഗമുണ്ട്, അതിനൊരു പ്രസാദമുണ്ട്. ആ പ്രസാദത്തിന് ഉചിതമായ സൗന്ദര്യബോധത്തിന്റെ കവിത വെള്ളത്തോളുണ്ടായിരുന്നു. ഈ സൗന്ദര്യബോധം കൊണ്ട് ആണ് അത് എന്നും നിലനിൽക്കാൻ ഇടവരുന്നത് എന്നും എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും വേറെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉണ്ടായ സത്യം പറയാതിരിക്കാൻ വയ്യ. ഇന്ന് രാവിലെ ഒരാൾ പത്രക്കാരൻ വിളിച്ചു നമ്മുടെ മുന്നിലെടുത്ത് പൂർണ്ണം വിളിച്ചു. പത്രത്തിന്റെ പേര് പറയുന്നില്ല. ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താണ് എന്തോ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണോ അല്ലെന്നൊരു വലിയ വാദപ്രതിവാദത്തെ പത്രങ്ങളിൽ നടക്കുന്നുണ്ട്. എന്താ കാണിക്കേണ്ട അഭിപ്രായം? ഞാൻ ആ വാദപ്രതിവാദമൊന്നും കണ്ടിട്ടില്ല. അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിനോട് അല്ലാതെ നിലയിൽ നടത്തുന്നത് ന്യായമാണോ? എന്തുകൊണ്ട് ന്യായത്തോടെ എനിക്ക് തോന്നിയിട്ടില്ല? എന്താ അങ്ങനെ പറയണം? ന്യായത്തോടെ തോന്നിയിട്ടില്ല. ന്യായമായി കുറ്റമാക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ബഷീറുണ്ടായി, ഉറവുണ്ടായി, ആളുകൾക്ക് സുഖത്തോടു കൂടിയായിരുന്നു നമ്മൾ പറയാമോ? അല്ല, ഇത് വേറെ എന്തെങ്കിലും ശില്പികളും ചിത്രകാരന്മാരും അവരുടെ പേരുകൾ കൊണ്ട് പറയുന്നില്ല. വേറെ പേര് അപ്പുറത്ത് പറയുന്നില്ല. ആള് മുമ്പിലുണ്ടോ മറ്റേ പേരൊന്നും പറയുന്നില്ല. അവരുടെയൊക്കെ പേര് അവർക്കല്ല കൊടുക്കുന്നത്. അവരെക്കാളൊക്കെ ഏറ്റവും മുമ്പ് ജനിച്ച ആളാണ്. പിന്നെ വേറെയൊക്കെ കൂടെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറയില്ല. ദേശീയ സ്ഥലത്തിലാണ് അദ്ദേഹം കൊടുക്കുകയാണെങ്കിൽ വേറെ ഉണ്ടാകുന്നുണ്ടത്. അദ്ദേഹം ഫോണോട് വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ അരവിന്ദാക്ഷനെ ക്ഷണിക്കുന്നു. കറന്റ് ബസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്നിവിടെ
ബഷീർ നഗരിയിൽ നടന്ന വള്ളത്തോൾ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മഹാകവി അക്കിത്തത്തിന് കറന്റ് ബക്സിന്റെ പേരിൽ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച പ്രൊഫസർ കെ പി ശങ്കരനും ആശംസകൾ അർപ്പിച്ച പ്രൊഫസർ ONV കുറുപ്പനും നന്ദി. ഈ സമ്മേളനത്തിൽ കാവ്യാർച്ചന നടത്തി മഹാകവി വള്ളത്തോളിനെ അനുസ്മരിപ്പിച്ച പ്രൊഫസർ വി മധുസൂദനൻ നായർക്കും ഞങ്ങളുടെ കൃതജ്ഞത. ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഭ്യുദയകാംക്ഷികളായ എല്ലാ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കറന്റ് ബക്സിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വള്ളത്തോൾ അനുസ്മരണ സമ്മേളനത്തിൽ ഇവിടെ അബ്ജവാസരമണി ഗോവിന്ദമാദ്യം
Oh